അത്യുന്നതനും കാരുണ്യവാനുമായ ഏകദൈവ സ്തുതിയും. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. യെരമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നാശത്തിനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ പദ്ധതിയിൽ നമ്മൾ അംഗമായി ചേരണം. നമുക്ക് പല ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, പക്ഷെ ആ പദ്ധതിയിൽ നമ്മൾ അംഗമായി ചേർന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ താൽക്കാലികമായി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല എന്ന് അറിയിക്കുന്ന, പറയുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 1986-ൽ അമേരിക്കയിൽ റീഗൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ഒരു ബഹിരാകാശ ഷട്ടിൽ വിക്ഷേപിക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാർ പദ്ധതിയിടുകയും അങ്ങനെ അവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ അത് അറിയുന്നില്ല, അവരെ എങ്ങനെ പങ്കാരാക്കാം, അവർ അതിനകത്തെ കുറിച്ച് കേൾക്കുന്നത് വിശ്വസിക്കുന്ന അവസരം പോലും ഉണ്ടാകുന്നില്ല. അപ്പൊ അവരെ വിശ്വാസത്തിൽ കയ്യിലെടുക്കാനും സത്യം അറിയുന്നതിനും ഏതാനും സാധാരണക്കാരാളുകളെയും ഇത് അറിയിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് അവരൊരു പരിപാടിക്ക് രൂപം കൊടുത്തു. ഈ ബഹിരാകാശ ഷട്ടിലിൽ സാധാരണക്കാരായ 2 പേരെ കൂടി ശാസ്ത്രജ്ഞന്മാരോടൊപ്പം കൊണ്ടുപോവുക എന്നുള്ള പദ്ധതി ഇട്ടു. പ്രസിഡന്റ് റീഗൻ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പൊതുജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അനേക ആയുധങ്ങൾ അതിനു വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനേക യുവാക്കൾ അതിനുവേണ്ടി പേര് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവരിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടത്തി 100 പേരെ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് വീണ്ടും അവരുടെ യോഗ്യതകളും അവരുടെ കഴിവുകളും ഒക്കെ പരീക്ഷിച്ച് അവസാനം 10 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ആ 10 പേരിൽ നിന്നും വീണ്ടും അർഹരായ 3 പേരെയാണ് കണ്ടുപിടിക്കുന്നത്. 2 പേരെയാണ് ഈ ബഹിരാകാശ ഷട്ടിലിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. 3 പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ 3 പേരെ ഉൾപ്പെടുത്തി ട്രെയിനിങ് ആരംഭിച്ചു. അപ്പൊ അതിൽ കത്തോലിക്കനായ ഫ്രാങ്കോ എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. നല്ല സൗമ്യശീലനും നല്ല ബുദ്ധിശക്തിയും വിവേകവുമുള്ള ഒരു യുവാവായിരുന്നു. എല്ലാവർക്കും അവൻ്റെ പെരുമാറ്റവും രീതികളും നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിനുള്ള ട്രെയിനിങ് ആരംഭിച്ചു. ഈ 3 പേരും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയാണ്. അതിനിടയ്ക്കുള്ള സമയങ്ങളിൽ ഇവർക്ക് സ്വതന്ത്രമായിട്ട് പോകാവുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് മറ്റു 2 പേര് ലോകത്തിൻ്റെതായ സന്തോഷങ്ങൾക്ക് പോയപ്പോഴും ഫ്രാങ്കോ ദേവാലയത്തിൽ പോയി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ജപമാല എത്തിച്ച് അങ്ങനെ ഒരു ഭക്തനായ യുവാവായിരുന്നു. അവൻ്റെ പിതാവിൻ്റെ ഒരു കസിൻ അടുത്തുള്ള പള്ളിയിലെ വൈദികനായിരുന്നു. ആ വൈദികൻ്റെ അടുക്കൽ എപ്പോഴും പോവുകയും വൈദികൻ്റെ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ഒരു നല്ല കത്തോലിക്കനായി ജീവിക്കുന്ന വ്യക്തിയാണ് ഫ്രാങ്കോ. അങ്ങനെ അപ്പോൾ അദ്ദേഹം അനേകർ പറഞ്ഞു, ഈ ഫ്രാങ്കോയ്ക്ക് ഏതായാലും ഇതിന് 1-ാം സ്ഥാനം കിട്ടും, ഫ്രാങ്കോയും മറ്റു 2 പേരിൽ ആരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയൊക്കെ ആലോചിച്ചു. ആ 2 പേരും അവരിൽ ഒരാളെ എടുക്കുമെന്ന് കരുതി. അങ്ങനെ 2 പേരെയാണ് എടുക്കുന്നതെന്ന് എല്ലാവരും കരുതിയിരുന്നെങ്കിലും ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അവസാനം വാക്ക് പറയേണ്ട പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ പ്രഖ്യാപിച്ചത് ഫ്രാങ്കോയെ ഒഴിവാക്കി
മറ്റ് രണ്ടുപേരുടെയും പേരാണ്. പലർക്കും അത് അതിശയമായിട്ട് തോന്നി. അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഇവരെ രണ്ടുപേരെ എടുക്കുന്നു. ഫ്രാങ്കോ ഇതിൽ നിന്ന് പുറത്താകുന്നു. ഫ്രാങ്കോ വളരെ നിരാശനായി ദേവാലയത്തിന് മുമ്പിൽ കൂടെ അവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത പരാജയമായി പോയിരുന്നു. അതുകൊണ്ട് അവൻ കർത്താവിനെ തള്ളിപ്പറയുകയാണ്. ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരികയില്ല, ഇതൊരു സത്യവുമല്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രമാത്രം മനോവേദന ഉണ്ടാവുകയില്ലായിരുന്നു. അങ്ങനെ അവൻ നിരാശനായി നടക്കുമ്പോൾ ആ ബഹുമാനപ്പെട്ട വൈദികൻ ഇവനെ കാണാൻ വരികയും വൈദികൻ പറഞ്ഞു, മകനെ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ഒരിക്കലും സംഭവിക്കും. ഇതിനേക്കാൾ മറ്റൊരു കാര്യം നിനക്ക് കിട്ടിയെന്ന് വരാം, നീ നിരാശപ്പെടരുത്. പക്ഷെ അവനത് കൂട്ടാക്കിയില്ല. അവൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ദൈവത്തെ എനിക്ക് വേണ്ട. അങ്ങനെ അവൻ വളരെ നിരാശനായി നടന്നുപോയി. ഈ വൈദികനും വലിയ വിഷമമായി. അത് കഴിഞ്ഞ് അവരുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ ദിവസം ഈ ഷട്ടിൽ ബഹിരാകാശ ഷട്ടിൽ പുറപ്പെടുകയാണ്. അങ്ങനെ വന്ന് ഇവൻ വീട്ടിലേക്ക് പോകാതെ അവൻ അലസമായി ഏതോ അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ കൂടെ നടന്നു. അങ്ങനെ വളരെ നിരാശയിലായി. ആ ദിവസം വന്നു, ഈ ഷട്ടിൽ ആകാശത്തേക്ക് പുറപ്പെട്ടു. ഏതാനും 17 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പക്ഷേ കേട്ടിട്ടുണ്ടാകാം. 1986 നടന്ന സംഭവമാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഫ്രാങ്കോ നടക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് അവൻ്റെ കൂട്ടുകാരെ ഫ്രാങ്കോയെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ വൈദികൻ വന്ന് അന്വേഷിച്ചു. വീട്ടിലോ എങ്ങും അവനെ കാണാനില്ല. കൂട്ടുകാർ പറഞ്ഞു, അവൻ സാധാരണ ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ ഒരുപക്ഷെ കണ്ടു കിട്ടും എന്ന് പറഞ്ഞ് അവനെ അന്വേഷിച്ച് അവൻ സാധാരണ കാണാറുള്ള ഒരു സ്ഥലത്ത് പോയി അവനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവനൊരു തുറസായ ഒരു സിമെന്റ് ബെഞ്ചിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിരാശനായി കിടക്കുന്നതാണ് കാണുന്നത്. ഇവർ ഓടിച്ചെന്ന് പറഞ്ഞു, എടാ, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അവൻ സ്തബ്ധനായി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് തിരിച്ചു വന്നു. ഈ വൈദികനെ കണ്ടു. അവൻ പൊട്ടിക്കരയുകയാണ്, എൻ്റെ ദൈവമേ, എനിക്ക് തെറ്റുപറ്റി, നീ എന്നെ എപ്പോഴും കാണുന്നു, എന്നെ സംരക്ഷിക്കുന്നു. അങ്ങനെ അവനെ വളരെ സന്തോഷമായിട്ട് അവൻ്റെ ആ ജീവിതത്തിൽ പിന്നീട് അവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ്. സങ്കീർത്തനം 105:1 പറയുന്നു, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുകയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു വിഷമം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ആയിരുന്നാൽ, നമ്മൾ കാത്തിരുന്നാൽ, കർത്താവിൻ്റെ സമയം വരെ കാത്തിരുന്നാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.